ഇന്ന് നമുക്കിതിരി കക്കറച്ചി ഫ്രൈ ഉണ്ടാക്കിയാലോ. ഞാനിതിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന പോലത്തെ കക്ക കിട്ടും കേട്ടോ. അത് ഞാൻ ഇവിടുത്തെ സ്പഗേത്തി വോങ്കൾ ഉണ്ടാക്കാൻ നേരത്താണ് മേടിക്കാറ്. അത് വേറൊരു വീഡിയോ കാണിക്കാവേ. കക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇങ്ങനെ ഫ്രോസൺ കക്കറച്ചിയോ അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം ക്ലീൻ ആയിട്ട് ഇട്ടിരുന്ന കക്കറച്ചിയൊക്കെയാണ് കേട്ടോ മേടിക്കാറ്. പണി കുറവുണ്ടല്ലോ. ഫ്രോസൺ നമുക്കൊന്ന് ഡീപ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വെള്ളത്തിലുള്ളത് ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, അതവിടെയെല്ലാം മാറ്റി വെച്ചിട്ടേ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും സവോളയും വഴറ്റാനിടണം കേട്ടോ. പച്ചമുളകും ചേർക്കാം. ഞങ്ങളിവിടെ അധികം എരിവുള്ള സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടരായതുകൊണ്ടിട്ട് പച്ചമുളക് ഒഴിവാക്കുന്നു. കാരണം കുരുമുളക് പൊടി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. കൂടുതൽ നല്ലത് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടതാണ്. ഉള്ളിയില്ലാത്തതുകൊണ്ടിട്ട് സവോള ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കേ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കക്കയിറച്ചി അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ കക്കയിറച്ചിയാണേ, പിന്നെ ഹാഫ് കുക്കുഡുമാണ്. പിന്നെ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റിന് ഇത്തിരി തേങ്ങാപ്പീരയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് ചെറിയ തീയിലിട്ട് ഞങ്ങൾ പറയും നല്ല പടപടാന്നൊന്ന് പൊട്ടണ കേൾക്കണമെന്ന്. ഞങ്ങൾക്ക് കക്കയിറച്ചി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ടേ അമ്മച്ചി ഞങ്ങൾ അവധിക്ക് ചെല്ലുമ്പോൾ ഈ ഐറ്റം ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. കഥയും പറഞ്ഞിരിക്കണ നേരത്തെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ടേ. പിന്നെ വേപ്പിലയും കുരുമുളകുപൊടിയും ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് ഒരു കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും സംഭവം റെഡി. പണ്ടത്തെ ആ ഫ്രഷ് കക്കയിറച്ചിയുടെ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു പ്ലേറ്റിലേക്കാക്കി ചോറിൻ്റെ കൂടെയോ വെറുതെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. അപ്പോൾ എന്താ, ട്രൈ ചെയ്യല്ലേ.